ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കൊമ്പരാണോ? ടൈഗർ ടെറിട്ടറി മാറി அங்க வந்து நடந்து செத்து போச்சு. വലിയ കടുവ. നഖം കൊണ്ടേക്കുന്ന പാട് നിങ്ങളെല്ലാവരും കണ്ടോ? ഹായ്, എല്ലാവർക്കും ജി ട്രയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പെരിയാർ ടൈഗർ റിസർവിലെ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്നൊരു പാക്കേജ് എടുത്തിട്ട് ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഏതാണ്ട് 10-12 കിലോമീറ്ററോളം കാട്ടിക്കൂടി നടന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതോടൊപ്പം തന്നെ പെരിയാറിൽ കൂടിയുള്ള മുള കൊണ്ടുള്ള ചെങ്ങാടത്തുള്ള റാഫ്റ്റിംഗും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പിന്നാലെ കാണാം. കേരളത്തിലെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദരമായ വന്യജീവി സങ്കേതം കടുവ, ആന എന്നിവയുടെ സംരക്ഷണത്തിന് പേരുകേട്ടതാണ്. 1982 ഈ പ്രദേശത്തെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. 1978 പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചതോടെ ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായും 1991 പ്രൊജക്ട് എലിഫന്റ് മിഷൻ ആരംഭിച്ചപ്പോൾ ആന സംരക്ഷണ കേന്ദ്രമായും ഇത് അറിയപ്പെട്ടു തുടങ്ങി. പെരിയാർ തടാകവും അതിനതിരിടുന്ന മലകളും കാടുകളും ഒക്കെ ചേർന്ന ഈ മനോഹരമായ സ്ഥലത്തെ തേക്കടി എന്നും വിളിക്കുന്നു. പെരിയാർ തടാകത്തിലൂടെയുള്ള ബോട്ടിങ്ങിനും മറ്റ് എക്കോ ടൂറിസം സാധ്യതകൾക്കുമായി ഇന്ന് ധാരാളം സഞ്ചാരികളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിരവധി എക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. കാടിനെയും വന്യജീവികളെയും ആസ്വദിച്ചുകൊണ്ടുള്ള ജംഗിൾ സ്റ്റേയും ട്രെക്കിങ്ങും ഒക്കെ ഇതിന്റെ ഭാഗമായുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് ആണ്. ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ, ഹാഫ് ഡേ എന്നിങ്ങനെ 2 തരം ലഭ്യമാണ്. രാവിലെ 8 മണിക്ക് തേക്കടിയിലെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഇൻഫർമേഷൻ സെന്ററിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. അവിടെ നിന്ന് PTRന്റെ ബസ്സുകളിൽ ബോട്ട് ലാൻഡിംഗ് സ്ഥലത്തേക്ക് എത്തിക്കും. ബോട്ട് ലാൻഡിംഗിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ട്രെക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായി ലീച്ച് സോക്സ് പ്രൊവൈഡ് ചെയ്യും. മഴ കുറവായതിനാൽ അട്ടകളുടെ വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കാം. തൊട്ടടുത്തായിരിക്കുന്ന ബാഗുകളിൽ ഓരോരുത്തർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വാട്ടറുമാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ഞ് വീണ് കിടക്കുന്ന പെരിയാറും അതിൽ റിഫ്ലക്ട് ചെയ്യുന്ന കാടിന്റെ ചിത്രവുമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ പെരിയാറിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായി ഒരു മ്ലാവിന്റെ കുഞ്ഞു നിന്ന് പുല്ലുമേയുന്നത് കണ്ടത്. ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ ചുറ്റും കൂടിയെങ്കിലും ആരെയും മൈൻഡ് ചെയ്യാതെ ഭയമൊട്ടുമില്ലാതെ അവൻ നിന്ന് പുല്ല് തിന്നുകയാണ്. സാമ്പാർ ഡിയർ എന്ന പേരുള്ള മാൻവർഗമാണ് മ്ലാവുകൾ. സാധാരണ നദീതീരങ്ങളിൽ കൂട്ടമായാണ് ഇവയെ കാണാറുള്ളത്. ഇത് കൂട്ടം തെറ്റി എങ്ങനെയോ വന്നതാവാം. ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് കാട്ടിലേക്ക് കടക്കുന്നത് ആ കാണുന്ന ചെങ്ങാടം ഉപയോഗിച്ചാണ്. ഇരുകരകളിലും കെട്ടിയിരിക്കുന്ന കയറുകൾ വലിച്ചാണ് ചെങ്ങാടം അക്കരെ ഇക്കരെ കടക്കുന്നത്. സാധാരണ കാണും പോലെ ഈ ചെങ്ങാടത്തിൽ ആൾക്കാർ ഇരിക്കുകയല്ല, മറിച്ച് ഒരാൾ പൊക്കത്തിൽ മുള കൊണ്ട് കെട്ടിയിരിക്കുന്ന കൈവിരികളിൽ പിടിച്ച് നിന്നാണ് യാത്ര ചെയ്യേണ്ടത്. ആ നദീതീരത്ത് നിൽക്കുന്ന ഒറ്റപ്പെട്ട മരം നോക്കൂ, ഒരു ചിത്രകാരന്റെ പെയിന്റിംഗ് പോലെയില്ലേ? ആ മരത്തിന്റെ പിന്നിലൂടെ മെല്ലെ വരുന്നത് രാവിലെ സഞ്ചാരികളെയും കൊണ്ടുപോയ ബോട്ടുകളാണ്. ഉള്ളിലേക്ക് കയറുന്തോറും ഇത്തരം നിരവധി സുന്ദരമായ ലാൻഡ്സ്കേപ്പുകളും സീനറികളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഞങ്ങൾ ചെങ്ങാടത്തിൽ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളോടൊപ്പം റഷ്യയിൽ നിന്നുള്ള കുറച്ച് വിദേശികൾ കൂടിയുണ്ട്. ഈ തിരികെ വരുന്ന വിദേശികളെ കണ്ടോ? അവർ 2.5 മണിക്കൂർ നീളുന്ന നേച്ചർ വാക്ക് കഴിഞ്ഞ് തിരികെ വരുന്നവരാണ്. തൊട്ടടുത്ത പുഴയിൽ കറുത്ത നിറത്തിൽ കാണുന്നത് പായലല്ല കേട്ടോ, തവളകളുടെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ വാൽമാക്രി എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അങ്ങനെ കാടിനുള്ളിലേക്ക് കയറി യാത്ര തുടരുകയാണ്. പലതരം ആൽഗകളും കൂണുകളും ഒക്കെ കാടിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് കാട്ടിലൊന്നും വേസ്റ്റ് ആയി പോകുന്നില്ല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജീവി ചത്തു വീണാൽ മറ്റ് ജീവജാലങ്ങൾക്ക് ഭക്ഷണമായും ഒടുവിൽ മാസങ്ങൾ കൊണ്ട് ബാക്ടീരിയ അടക്കമുള്ള സൂക്ഷ്മജീവികൾ അതിനെ മണ്ണോട് ചേർത്ത് ഒടുവിൽ അതിനെ കാടിന്റെ ഭാഗമാക്കി തീർക്കും. ഇവർ ഇങ്ങനെ മണത്തു നോക്കുന്നത് കറുവപ്പട്ടയാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ രൂക്ഷമായ ഗന്ധമാണ്. ട്രെക്കിങ്ങിന് വരുന്നവർ മണത്തു നോക്കുന്നതുകൊണ്ടാകാം ഈ കറുവപ്പട്ട മരത്തിന്റെ ഒരു ചെറിയ ഭാഗം തൊലി മുഴുവനായി പോയിരിക്കുന്നു. പിന്നെയും മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഒരു വലിയ മരം വഴിക്ക് കുറുകെ വീണ് കിടക്കുന്നത് കണ്ടത്. 2 പേർ പിടിച്ചാൽ എത്താത്തത്ര വണ്ണമാണ്. അതിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാനായി ഞാൻ ശബരീഷിനെ മരത്തിനടുക്കിലേക്ക് വിളിച്ചു. ഇപ്പോൾ ശബരീഷ് അടുത്ത് വന്ന് നിന്നപ്പോഴാണ് ഈ മരത്തിന്റെ യഥാർത്ഥ വലിപ്പം നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത്. ഈ കാണുന്ന 2 മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വണ്ണമുള്ള മരം ആഞ്ഞിലിയാണ്. അതിനെ ചുറ്റി പടർന്നു കയറുന്നത് ഒരാലാണ്.
വർഷങ്ങൾ കഴിയുമ്പോൾ ആഞ്ഞിലിയെ മുഴുവനായി മൂടി ഈ ആൽ ഒരു വൃക്ഷമായി മാറും. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൽമരം ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ ഉള്ളിൽ ഒരു മരമുണ്ടായിരുന്നു. അതിനെ നശിപ്പിച്ചാണ് ആൽമരം വളർന്നു വന്നിരിക്കുന്നത്. ഇത്തരം പാരാസൈറ്റുകളും കാടിന്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇവ കൂടി ചേരുമ്പോഴാണ് കാട് കാടായി മാറുന്നത്. ഞങ്ങൾക്ക് മുന്നേ ഈ നടന്നു പോകുന്നത് പാണ്ഡ്യൻ എന്നു പേരുള്ള ഒരു സീനിയർ ഗൈഡാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറെ അധികം പറയാനുണ്ട്, അത് പിന്നാലെ പറയാം. ഈ വിദേശികൾ കൗതുകത്തോടുകൂടി നോക്കുന്ന ഈ വള്ളി കണ്ടോ? നമ്മുടെ കാവുകളിലും മറ്റും ഇതിന് സമാനമായ ചുണ്ണാമ്പ് വള്ളികൾ നമ്മൾ കാണാറുണ്ടല്ലേ? പരസ്പരം ചുറ്റിപ്പിണഞ്ഞ് ഒരു പാമ്പിനെ പോലെ കിടക്കുന്ന ഇവയ്ക്ക് കാലപ്പഴക്കം കൊണ്ട് ഒരു മരത്തോളം ബലമുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് മരച്ചില്ലകൾക്ക് മുകളിൽ ഒരു ബഹളം കേട്ടത്. ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്ന കരിങ്കുരങ്ങുകളാണ്. നീൽഗിരി ലെങ്കൂർ എന്നറിയപ്പെടുന്ന ഇവയെ ഒരു കാലത്ത് വ്യാപകമായി വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വർഗം കൂടിയാണിവ. നിരവധി ഇലകളോടെ മരത്തിൽ പടർന്നു പിടിച്ച് കയറിയിരിക്കുന്ന ഈ വള്ളി കാടിനോട് ചേർന്ന് പലയിടങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ഈ വള്ളിയുടെ കിഴങ്ങ് റോഡരികിൽ വെച്ച് വിൽക്കുന്നത് കാണാം. ആട്ടുകാൽ കിഴങ്ങ് എന്നാണ് ഇതിന്റെ പേര്. എല്ലിന് ബലം കൂടാൻ ഇതിന്റെ സൂപ്പ് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. ഇത് ആട്ടുകാൽ കിഴങ്ങെന്ന് പറയാൻ കാരണം ആടിന്റെ കാല് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇത് സൂപ്പ് ചെയ്യുമ്പോൾ ആടിന്റെ ആട്ട് സൂപ്പ് ചെയ്യുന്ന പോലെ അത് ടേസ്റ്റ് വരുന്നതാണ്. ഓ, ആട്ട് സൂപ്പിന്റെ അതേ രുചി വരും അല്ലേ? എല്ലിനൊക്കെ നല്ലതാണ്. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ ഗൈഡുമാർ മലബാർ ജെയിംസ് കുരലിനെ വിദേശികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കേരളത്തിൽ മലയോര പ്രദേശങ്ങളിലടക്കം ഇവയെ സർവ്വസാധാരണമായി കാണാമെങ്കിലും വിദേശികൾക്ക് ഇവയെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ചിലർ ഒരുപാട് നേരം ഇവൻ താഴേക്ക് വരുന്നത് നോക്കി ക്യാമറയുമായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും സുന്ദരനായ ഇവനെ കണ്ടാൽ ആരാണ് ഒന്ന് നോക്കി നിൽക്കാത്തത്? നിങ്ങൾക്ക് കാട്ടിലൊരു കിങ് കോബ്രയുടെ ഷേപ്പുള്ള ഒരു മരം കാണിച്ചു തരാവേ. നല്ല രസമാണ് കാണാൻ. പ്രകൃതി ചിലപ്പോഴൊക്കെ രൂപങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരു മരത്തിൽ എങ്ങനെയോ സൃഷ്ടിക്കപ്പെട്ട ഒരു രൂപമാണ്. മരത്തിന്റെ ദശ ഇരുവശത്തേക്കും വളർന്ന് ഒരു സർപ്പത്തിന്റെ പത്തി വിരിച്ച രൂപമായിരിക്കുന്നു. ഗൈഡുമാർ ഇതിനെ കിങ് കോബ്ര ട്രീ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഏതായാലും സംഭവം കാണാൻ അടിപൊളിയാണ്. കാട് കഴിഞ്ഞപ്പോൾ ഒരു തുറസായ സ്ഥലത്തെത്തിയിരിക്കുന്നു. ആനകളും കാട്ടുപോത്തുകളും സ്ഥിരമായി മേയാറുള്ള സ്ഥലമാണിത്. അതിന്റെ അടയാളങ്ങൾ താഴെ എവിടെ നോക്കിയാലും കാണാവുന്നതാണ്. ഒരു നദിയുടെ അവശേഷിപ്പ് പോലെ ഒരു ചെറിയ അരുവി ഒഴുകുന്നു. അതിനെ മുറിച്ച് കടന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. രാവിലെ കാട്ടുപോത്തുകൾ വന്ന് അവിടെ ആകെ ചവിട്ടി കുഴച്ചിട്ടിരിക്കുകയാണ്. കാടുകളിലെ ഇത്തരം തുറസായ സ്ഥലങ്ങളിലാണ് പലപ്പോഴും രാവിലെകളിലും വൈകുന്നേരങ്ങളിലും മൃഗങ്ങൾ കൂട്ടമായി മേയാൻ എത്താറുള്ളത്. തൊട്ടടുത്തായി എപ്പോഴോ കടുവ വേട്ടയാടിയ കാട്ടുപോത്തുകളുടെ തലയോട്ടി വെച്ചിരിക്കുന്നു. മെയിലും ഫീമെയിലും ആണല്ലേ? ഒരെണ്ണം മെയിലും മറ്റേത് ഫീമെയിലുമാണ്. തലയോട്ടിയുടെയും കൊമ്പുകളുടെയും വലിപ്പം കണ്ടാൽ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. തൊട്ടടുത്ത് കിടക്കുന്നത് ആനയുടെ പല്ലുകളാണ്. അപ്പുറത്തായി മ്ലാവിന്റെ ഒരു കൊമ്പിന്റെ ഭാഗവുമുണ്ട്. ഗൈഡ് ബൈനോക്കുലറിലൂടെ നോക്കുമ്പോഴാണ് അങ്ങ് ദൂരെ പുൽമെട്ടിൽ 2 കാട്ടുപന്നികൾ മേയുന്നുണ്ട്. ഒരുപാട് ദൂരെ ആയതിനാൽ ക്യാമറയിലൂടെ അവയെ കാണുക പ്രയാസമാണ്. ടൈഗറിന്റെ ടെറിട്ടറി മാർക്കല്ലേ? ഇത് ഇന്ന് രാവിലത്തെയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, കടുവകളുടെ സംരക്ഷണത്തിന് പേരുകേട്ട സ്ഥലമാണ് പെരിയാർ ടൈഗർ റിസർവ്. പൊതുവിൽ അടിക്കാട് കൂടുതലുള്ള നമ്മുടെ കാടുകളിൽ കടുവയെ കാണാൻ പ്രയാസമാണെങ്കിലും അവയുടെ അടയാളങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ പരാന്റെ ജീവിതത്തിന്റെ ഒരു ഉദാഹരണം കൂടി. ഒരു മരത്തിന്റെ ഉള്ളിലൂടെ കയറി ആകാശത്തേക്ക് തന്റെ ശിഖരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന മറ്റൊരു ആൽമരം. അതുകൊണ്ടാണ് കാട് അതിജീവനത്തിന്റെ കലയാണ് എന്ന് പറയുന്നത്. ഇത് ടൈഗറിന്റെ ടെറിട്ടോറിയൽ മാർക്കിംഗ് ആണ്. അതിന്റെ നഖം കണ്ടേക്കുന്ന പാട് നിങ്ങളെല്ലാവരും കണ്ടോ? അത് മരത്തിൽ മാന്തുമ്പോൾ തന്നെ അതിന്റെ ഒരു ആഴം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയാണ് കടുവകൾ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. മാത്രമല്ല വേട്ടയും മറ്റും ചെയ്യുമ്പോൾ അവരുടെ നഖങ്ങൾ കയറിയ അഴുക്കിനെ പുറത്തു കളയാനും ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് സഹായകരമാണ്. இங்க இருந்து இங்க வராத உழந்துருச்சு. நம்ம இப்ப பிரேக்ஃபாஸ்ட் பண்ணோம்ல, இங்க இருந்து அது அங்க வர நடந்து வந்தோம். அங்க வந்து நடந்து செத்து போச்சு. வெள்ளியா கிடவும் அது இருக்கும்போது அங்க இவ்வளவு வெளுத்துல இருக்கும். அது செத்த பிறகு இப்போ ஒரு சிறிதா இதுல நடக்கும். அதுபோல வெள்ளுதில்லை.
கரெக்டாக நம்ம பிரேக்ஃபாஸ்ட் பண்ணோம்ல அது வரை வந்து இங்கிருந்தா போய் அங்கே போய் இதுபோல நாங்கள் வரையில் கண்டாங்க കട്ടിയതാര് കാട്ടിയോ കാട്ടിയുടെ കാട്ടുപോത്ത് காட்டுப்பூத்து எண்ணெய் பிடிக்கும் போது சிலிப்பாகி அதுக்கு കൊമ്പരാണോ ക്യാമറ നോക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ സഞ്ജയ് ഉണ്ട്, ശരവണൻ ചേട്ടനുണ്ട്. ഞങ്ങൾ പോകുന്നത് ഞങ്ങളൊരു ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആറിൻ്റെ അകത്ത് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ റാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ആന നിൽക്കുന്നത്. നമുക്ക് നല്ല പടം കിട്ടുകയെന്നുള്ളത് അവിടം വരെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആനയെ കാണാൻ വേണ്ടി പോകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിതാ ആനയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ആനയുടെ കാഴ്ച കാണിച്ചു തരാം. നദിയുടെ നേരെ അക്കരക്കരയിലാണ് ആന നിൽക്കുന്നത്. കുറെ കൂടി അടുത്ത് ചെന്നിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ കാട്ടിലൂടെയുള്ള നീണ്ട നടത്തത്തിന് ശേഷം ഞങ്ങൾക്കൊരു ആനയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു പിടിയാനയാണ്. സാധാരണ പിടിയാനകളെ ഒറ്റയ്ക്ക് കാണുന്നത് വളരെ റെയറാണ്. പലപ്പോഴും ചെറുതും വലുതുമായ ഫാമിലി ഗ്രൂപ്പുകളായാണ് ഇവയെ കാണുന്നത്. ഇനി കൂടെയുള്ളവർ കാട്ടിലുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങളുടെ റാഫ്റ്റിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്ങാടത്തിൽ കുറെ കൂടി അടുത്തേക്ക് പോയി കാഴ്ച കാണാനുള്ള അവസരമുണ്ട്. സമയം ഉച്ചയായതിനാൽ നല്ല വെയിലുണ്ട്. എങ്കിലും തണുത്ത വെള്ളത്തിൽ കൂടി ചെങ്ങാടത്തിലുള്ള ഈ സവാരി ഒരു നല്ല അനുഭവമാണ്. തുഴച്ചിൽക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് ചെങ്ങാടം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ 8 പേരൊക്കെ കയറുമ്പോഴേ ചെങ്ങാടത്തിന്റെ താഴത്തെ മുളകൾ വെള്ളത്തിനടിയിലാകും. എങ്ങനെയായാലും ഒരേ സമയം 8 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും. തണുത്ത കാറ്റൊക്കെ കൊണ്ട് കാടും വന്യജീവികളെയും ഒക്കെ ആസ്വദിച്ച് ഈ ചെങ്ങാടത്തിൽ കൂടിയുള്ള തുഴച്ചിൽ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ ആനയൊക്കെ കണ്ട് ചെങ്ങാടം മറ്റൊരു കരയിൽ അടുപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററോളം നീളുന്ന മറ്റൊരു ട്രെക്കിംഗ് കൂടിയുണ്ട്. മൃഗങ്ങളെ എപ്പോഴും കാണാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണിത്. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. വൈകുന്നേരങ്ങളിൽ ഈ പ്രദേശം ആനകളും കാട്ടുപോത്തുകളും കൊണ്ട് നിറയുമെന്നാണ് പാണ്ഡ്യൻ പറയുന്നത്. റിസർവോയറിന്റെ അരികിലൂടെ നടന്ന് ഞങ്ങൾ ചെങ്ങാടം ഇറങ്ങിയ സ്ഥലത്തെത്തി. ഉച്ചഭക്ഷണം ഇവിടെ വെച്ചാണ് കഴിക്കുന്നത്. ഭക്ഷണം അടങ്ങിയ പാത്രം നമുക്ക് തന്നിരിക്കുന്ന ബാക്ക് പാക്കിൽ വെച്ചിട്ടുണ്ട്. ഗീ റൈസും കടലക്കറിയുമാണ്. രാവിലത്തെ സാൻഡ്വിച്ച് കൂടി ബാക്കിയുണ്ട്. നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. ഗൈഡ് പാണ്ഡ്യനെ കുറിച്ചൊരു കഥ പറയാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. തേക്കരി കാടുകളിലെ വഴികളും മൃഗങ്ങളുടെ രീതികളും മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തിയാണ് പാണ്ഡ്യൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഗൈഡ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വേട്ടക്കാരനായിരുന്നു. ഈ കാടുകളിൽ നിന്ന് നിരവധി ആനകളെ അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ടത്രേ. എന്നാൽ ഇവിടെ ടൈഗർ റിസർവ് ആക്കിയപ്പോൾ അദ്ദേഹം ഫോറസ്റ്റിന് കീഴടങ്ങുകയും കാടിന്റെ സംരക്ഷകനായി മാറുകയും ചെയ്തു. തുടർന്ന് നിരവധി കള്ളവേട്ടകൾ പിടിക്കാൻ അദ്ദേഹം ഫോറസ്റ്റിനെ സഹായിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഇവരിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയെന്ന് മാത്രമല്ല, ഇവർക്ക് ജീവിക്കാനുള്ള ഒരു വക കൂടി നൽകിയിരിക്കുന്നു. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണിത്. പാണ്ഡ്യൻ കഥകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ യാത്ര ആരംഭിച്ചു. ചേട്ടൻ്റെ പേരെന്താണ്? പാണ്ഡ്യൻ. പാണ്ഡ്യൻ. എത്ര നാളായിട്ട് ഇവിടെ PTR-ലുണ്ട്? 20 വർഷമായിട്ടുണ്ട്. 20 വർഷമായിട്ടുണ്ട്. 2004 കയറിയത്. 2004 കയറിയത്. എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് PTR-ലേക്ക് വന്നത്? അങ്ങനെ വന്ന് തമിഴ്നാട്ടിലിരുന്ന് ഇവിടെ ആനവെടിയായിരുന്നു. ഞങ്ങൾ തമിഴ്നാട്ടിലിരുന്ന് ഒത്തിരി വലിയുണ്ട്. കിറുക്ക് ഇടയ്ക്ക് നൈറ്റ് കയറി വന്ന് പകലായിട്ട് പോടുற താണ്ടി ഈ ഭാഗത്തിലെ ആനവെടിയായിരുന്നു. പിന്നെ എല്ലാ അനിമൽ വേട്ടയും ഉണ്ടായിരുന്നു. 10-20-25 കൊല്ലമായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറമും ഫോറസ്റ്റും ഇപ്പുറം ഫോറസ്റ്റും തപ്പി നടന്നു. കുറച്ച് നാളാകുമ്പോൾ പേര് വലിയ വിളംബരമായി. അപ്പോൾ ഇവർക്കും പിടിക്കണം, അവർക്കും പിടിക്കണം. അങ്ങനെ വരുമ്പോൾ വേറെ ഞങ്ങളുടെ വീട്ടുകാരുടെ വേറെ ആൾ ഒരു 2 ആൾ കിട്ടി. കിട്ടുമ്പോൾ അവരെ പിടിച്ച് എന്താ പരിപാടി എങ്ങനെ ചൊല്ലിയുമ്പോൾ இதுபோல் எங்களுக்கு வேறு சாப்பாட்டுக்கு இதை விட்டால் வேறு வழி கிடையாது. நாங்கள் படிக்கலை, வேறு பொருளாதாரம் கிடையாது. எங்கேயாச்சும் வெறுதாயிட்டு வந்து எங்களை வச்சு 10 ரூபா சம்பாதிச்சா மட்டும்தான் எங்களுக்கு சாப்பாடுன்னும் போது உங்களுக்கு என்ன மாற்று வழின்னு அவர் சோதிக்கும்போது நாங்கள் ஏதாலும் பண்ணி கொடுத்தா செய்யுமான்னு சரி செய்யலாம் அப்படின்ட்டு சொல்லி സമ്മതിച്ചാ ഈ കീഴടങ്ങിയത്. അതിനുശേഷം നമ്മുടെ കാടിന്റെ സംരക്ഷകരായിട്ട് മാറി പിന്നെ കാட்டுக்கு பாதுகாப்பு நாங்களே ஆகி ஃபாரஸ்ட்டு கூட சேர்ந்து
അവർക്കും ഗൾഫായിട്ട് ചില നിറയെ ഗൾഫ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പ്രതികളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കാട്ടുക്കുള്ള ഞങ്ങൾ പോകാൻ മറ്റാൾക്കാരും നിർത്തി, ഒന്നും ഇപ്പോൾ ചെയ്യാനായിട്ട് ആൾക്കാർ ഇല്ല, എല്ലാം മാറിപ്പോയി. ചെങ്ങാടത്തിലുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. തീരത്തോട് ചേർത്തിട്ടാൽ ആനയും മറ്റും ഒരുപക്ഷെ നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ കേടുമാർ ചെങ്ങാടം നദിയിലേക്കിറക്കി വെള്ളത്തിന് നടുവിൽ താഴ്ത്തിയിരിക്കുന്ന കുറ്റിയിൽ കെട്ടിയിടുകയാണ്. ഇത് ഒരു ആനക്കുട്ടിയുടെ താടിയിലാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ വഴിക്ക് കുറുകെ കിടക്കുന്ന ഒരാളെ കണ്ടത്. മോണിറ്റർ ലിസാർഡ് എന്ന് വിളിക്കുന്ന ഉടുമ്പ്. ഞങ്ങളെ കണ്ടിട്ടും ഭയം ഒന്നുമില്ലാതെ അവൻ മെല്ലെ നടന്നു നീങ്ങുകയാണ്. ഇടയ്ക്ക് കുഴിയിൽ നിന്നും എന്തോ ഒന്ന് തപ്പിയെടുത്ത് അകത്താക്കുന്നുണ്ട്. പിന്നെ ആരെയും ഗവനിക്കാതെ എങ്ങോട്ടോ നടന്നുപോയി. 5 മണിയോടെ തിരികെ ബോട്ട് ലാൻഡിങ്ങിലെത്തി. ചെങ്ങാടത്തിൽ 6 മുറിച്ചു കടന്ന് യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്തുകയാണ്. മൃഗങ്ങളെ കാണുക എന്നത് നമ്മുടെ ഭാഗ്യം കൂടി ആശ്രയിച്ചിരിക്കും. കാടിനോട് യോജിക്കുന്ന വസ്ത്രമണിഞ്ഞ് നിശബ്ദമായി ഗൈഡുകൾ തരുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം കാട്ടിലൂടെ നടക്കേണ്ടത്. നിലവിൽ 2900 രൂപയാണ് ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേക്കായി ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. പ്രകൃതിയുടെ കാഴ്ചകൾ തേടിയുള്ള ജി ട്രയൽസിന്റെ യാത്രകൾ തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം.